ഒന്ന് പോടോർന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ നേരോട് എന്നെ കൊണ്ട് ശല്യാണെന്നാ പറയാം. ആഴ്ചയിലൊക്കെ വിളിക്കുന്നേ വിളിക്കുവോ ശല്യം എന്നൊക്കെ? ആ ഇരിക്കണ ക്യാമറ എന്നത് കഴിയുമ്പോൾ അടിച്ചു കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാനോ ഇത് സ്കൂൾ കുട്ടികൾ വരുന്ന പറഞ്ഞ പോലെ ഉണ്ട്. അതേ പറഞ്ഞു എന്റെ ലെവലിൽ ഞാൻ പാടില്ല. നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമോ വിങ്ങുമീ ഗദ്ഗതം. ഹായ് എവരി വൺ, വെൽക്കം ടു യെസ് 27 മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ കേസ് ഡയറി മൂവിൻ്റെ കാസ്റ്റാണ്. ഗോകുലൻ ചേട്ടൻ, നീരജ, അഷ്കറിക്ക, സോണിയ. വെൽക്കം. ദ കേസ് ഡയറിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ പോസ്റ്ററിൽ നോക്കിയിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു വാലറ്റ് ആണോ, ഈ കേസ് ഡയറി എഴുതിയിരിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ വാലറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് സിനിമയുടെ പേര്? കേസ് ഡയറി. ഡയറി. അപ്പോൾ ഒരു ഡയറി ആയിരിക്കും. ഡയറിയാണ്. ഓക്കെ. അപ്പം എന്താണ് സിനിമയെക്കുറിച്ച്, എന്താ ഇപ്പം കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? അപ്പോൾ കേസ് ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും കുറ്റാന്വേഷണം, ക്രൈം അന്വേഷിക്കുന്ന സംഭവമായിരിക്കും, അതിൽ ഫൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ, എല്ലാവരും അതിലേ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പേര് പോലെ തന്നെ. അപ്പോൾ ഒരു കുറ്റാന്വേഷണ മൂവിയാണ്. ഇതൊരു വ്യത്യസ്ത കേസ് അന്വേഷണ പടത്തിൽ ഒരു എല്ലാ എലമെൻറ്റും കൂടെ ഉണ്ട്. നല്ല സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഇതിലൊരു 2 സോങ്സ് ഉണ്ട്. സോങ് കാര്യം വരാൻ കാരണം ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സോങ്ങുകളാണ്. സിറ്റുവേഷണൽ അതാണ് കാരണം അത് വേണ്ട എലമെൻറ്റ്സ് ആണ് ഇതിൽ, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു കുറ്റാന്വേഷണം മാത്രമായിട്ടുള്ള പടമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സംഭവം. ഓക്കെ. അപ്പോൾ ഈ മൂവിയിൽ അഷ്കർക്ക് ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് റോള് മുഴുനീള കഥാപാത്രം ചെയ്യുന്നത്. സോ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസാണ്? പ്രിപ്പറേഷൻ എന്ന് പറയാനില്ല, നമ്മൾ അതിൻ്റെ ബോഡി യൂണിഫോം ഇടുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ഫീൽ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ബോഡി ഒന്ന് കുറച്ചു കാര്യങ്ങൾ ചെയ്തു. പിന്നെ ബാക്കി ഇത് 2 കാലഘട്ടമായിട്ട് എടുക്കുന്ന സിനിമയാണ്, അതാണ് അതിൻ്റെ മെയിൻ എലമെൻറ്റ്സ്. ഫ്ലാഷ് ബാക്ക് പോലെ വേറൊരു കാലഘട്ടം വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം വരുന്നുണ്ട്. ക്രിസ്റ്റി സാം എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിജയരാമൻ ചേട്ടനുണ്ട്, അപ്പോൾ ഗോകുൽജിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, കാരണം ഇവരുടെ റൂട്ടുകളിൽ കൂടെ പോയിട്ടൊരു സംഭവം കണ്ടുപിടിക്കുന്ന ഒരു സംഭവം. അത് നീരജയും അതിൽ ഭാഗമാണ്, സോണിയ അതിൻ്റെ ഭാഗമാണ്. ഒരു പുതിയ അച്ഛൻ മകൻ കോംബോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവോ? വ്യത്യസ്തമായ കഥാപാത്രമാണ് വിജയരാജൻ്റെ അല്ലേ. ആ 2 ക്യാരക്ടേഴ്സും വ്യത്യസ്തം. അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ടിട്ടില്ല. ഇല്ല. പോലീസ് ഓഫീസർ തന്നെ ആയിട്ടാണ്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം, ഒരു പോലീസുകാരനാണ്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് അധികം കണ്ടിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മുടെ നായിക നീരജ ഇപ്പൊ പ്രഗ്നന്റ് ആണ് അല്ലേ? 7 മാസം പ്രഗ്നന്റ് ആണ്, സൂൺ ടു ബി അല്ലേ? അപ്പോ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇല്ല പ്രഗ്നന്റ് ആയിരുന്നു എന്നാണ്. അല്ല, നമ്മളിത് അതെ ആകാൻ പോന്നു. ഇത് 1 ഇയർ ബാക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ 2 കാലഘട്ടമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരു 1 ഇയർ ഗ്യാപ്പ് അതിനകത്ത് ഉണ്ട്. അപ്പൊ എല്ലാരും ഗെറ്റപ്പിൽ ചേഞ്ചസ്, കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നു. ഗ്യാപ്പ് ഇട്ടിട്ട് വേണമായിരുന്നു വേറെ ഭാഗങ്ങൾ. കാരണം പാസ്റ്റ് ലൈഫിൽ ആദ്യത്തെ ഷെഡ്യൂൾ നടക്കുന്ന സമയത്ത് അവര് ചിലപ്പോ തടി ചേട്ടൻ കൂടുതലുള്ള സമയമാണ്. പിന്നെ ഒരു പോലീസായിട്ട് മാറുന്ന സമയത്ത് എന്തായാലും അതിൻ്റെതായിട്ടുള്ള മനസ്സിലാക്കണമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് സംഭവിച്ചാണ്. ഓക്കെ. ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ നമ്മുടെ പടം 21-ാം തീയതി 21-ന് റിലീസാവാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഭാഗമാവാൻ ആൾക്കും പറ്റിയതിൽ നേരത്തെ കൂട്ടി ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നേരത്തെ തമിഴ് മൂവീസ് ഒരുപാട് ഞാനൊരു 4 മൂവി തമിഴിൽ ചെയ്തു. പിന്നെ മലയാളത്തില് രക്ഷാധികാരി ബൈജു, പ്രേമസൂത്രം, ഗ്യാമ്പിനോസ്, അങ്ങനെ കുറച്ച് നല്ല സിനിമയുടെ ഭാഗമാവാൻ പറ്റി. പിന്നെ ഈ ഒരു ദ കേസ് ഡയറി. ഇനി അങ്ങോട്ട് ഒരുപാട് നായിക കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കാവോ നമുക്ക്? നായിക എന്നല്ല, നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ. എങ്ങനെയാ പൊതുവെ ഇപ്പം ഗോകുലൻ ചേട്ടൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലവ് സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തില്ലേ, സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്നെ 2 ദിവസം ഞാൻ ഒരുപാട് ചിന്തിക്കേണ്ടി വന്നൊരു സിനിമയാണ് ചേട്ടൻ്റെ ക്യാരക്ടർ. സത്യം, ഞാൻ റിവ്യൂസ് കണ്ടിട്ടാണ് ഓക്കെ ഇത് ഇങ്ങനെയാണെന്ന് കണക്ട് ആയത്. നിങ്ങളുടെ പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. അപ്പം ചേട്ടൻ യൂഷ്വലി ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ കുറച്ചുകൂടി ഡയറക്ടേഴ്സ് ആക്ടറാണ്. ഡയറക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഓക്കെ. എനിക്കൊരു ഡയറക്ടർ ഇല്ലാതെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ഇവര് റീൽസ് ഒക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ ചോദിച്ച കാര്യമാണ്. റീൽസ് ഒക്കെ റീൽസ് ചെയ്യുന്ന ആളാണല്ലോ.
അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുക, അത് ഇവർ പ്ലാൻ ആക്കുന്നു, ഇവർ ഡിസൈൻ ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ചെയ്യുന്നു, ഇവർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ തന്നെ അഭിനയിക്കുന്നു. അപ്പം ഞാനത് ആലോചിക്കുന്നത് എനിക്കത് പറ്റില്ല. എനിക്കൊരു ഡയറക്ടർ ഇല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഞാനൊരു ഡയറക്ടർ ആക്ടറാണ്. ഒരാളിനെ സംവിധാനം ചെയ്യാനില്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ഇതുവരെ പറ്റില്ല. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ദിലീപേട്ടനാണെങ്കിലും സുഖേട്ടനാണെങ്കിലും ക്യാമറയുടെ പുറകിലുണ്ട്, മോണിറ്ററിൻ്റെ പുറകിലുണ്ട്. അവരൊക്കെ പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. സ്ക്രിപ്റ്റിനാണോ മുൻതൂക്കം കൊടുക്കുന്നത്, റോളിനാണോ? ഇപ്പം ഈ റോൾ എനിക്ക് പറ്റുന്നതാണ് എന്ന് ചില ആക്ടേഴ്സ് ചിന്തിക്കാറുണ്ട്, ചിലരത് റോള് കാണുമ്പോൾ റിജക്റ്റും ചെയ്യാറുണ്ട്. ചേട്ടൻ എങ്ങനെയാ? അല്ല, എനിക്ക് ഇപ്പം നമ്മളൊരു ഒരു സിനിമയായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് ഈ സിനിമയുടെ കഥ നല്ലതാണോ എന്നല്ല, കഥ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ്. ആദ്യം ആ കഥ എനിക്ക് ഇഷ്ടപ്പെടണം. ആ കഥയിലെ ക്യാരക്ടറും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കമ്മിറ്റ് ചെയ്യും. ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം. അതെ, നമുക്ക് അതിന് ആ കഥ ഇഷ്ടപ്പെടണം. എനിക്കെന്നാൽ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പടങ്ങൾ കമ്മിറ്റ് ചെയ്യണം. അതിന് ആ കഥ ഇഷ്ടപ്പെടുക, നമുക്ക് ആപ്റ്റാകണ കഥാപാത്രമാണോ, പിന്നെ നമുക്ക് പറ്റിയ പരിപാടിയാണോ, ആ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയിട്ട് ഇത് രണ്ടും ഇഷ്ടമാണെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്യും. ഇപ്പോൾ കുറേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ കണ്ടിട്ടുണ്ട്, മലയാളത്തിലായാലും മറ്റു ഭാഷയിലായാലും. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരുപാട് എന്താ പറയുക, കുറ്റാന്വേഷണ പരമ്പരകളും സിനിമകളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മൂവി നമ്മൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും എന്ന് തോന്നാനുണ്ടായ ഒരു എലമെന്റ് എന്തായിരിക്കും? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ ഈ സിനിമയുടെ ബാക്കി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ബ്രേക്ക് എടുത്തത്. അത്രയും ട്രാൻസ്ഫോർമേഷൻ എല്ലാ തരത്തിലും വേണം, ആ കാലഘട്ടം മാറണം, നമ്മുടെ സോഷ്യൽ കാലഘട്ടം മാറണം, അതുപോലെ തന്നെ നമുക്ക് ആക്ടേഴ്സിൻ്റെയും ബോഡി ലാംഗ്വേജും മാറണം. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു USP എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോണിയയുടെ ഫസ്റ്റ് മൂവിയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ? അത് ഇത്രയും സൂപ്പർ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഇവരെല്ലാം എക്സ്പീരിയൻസ് അത് കാര്യം അങ്ങനെ അത് പറ, സൂപ്പർ ആക്ടേഴ്സിൻ്റെ അവിടെയാണ് പോയിന്റ് അല്ലേ? ഇവരിങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു സെറ്റിൽ. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും, ആദ്യം നന്നായിട്ട് വാരും, അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുക, പേടിച്ചൊക്കെ നിൽക്കും. മിണ്ടിയിട്ടും കൂടി ഇല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിണ്ടിട്ടില്ല. സോണിയ അഭിനയിക്കുന്നത്, ഞാനും സോണിയൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഓഫീസേഴ്സാണ്. അഷ്കറുണ്ട്, ഇദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സീനിയറാണ്, ഭയങ്കര ബഹുമാനമൊക്കെ കൊടുത്തെങ്കിൽ ചെന്നപ്പോഴേക്കും ബഹുമാനവും തരേണ്ടി വരും. ബഹുമാനം കൊടുത്തപ്പോഴേക്കും മനസ്സിലായി, ലൈക്ക് കറക്ഷനൊക്കെ തന്നാലും നൈസായിട്ടാണ് കറക്ഷനൊക്കെ തരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കളിയാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ എനിക്കിങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. ഒരു ചെറിയ റോളാണ്, എന്നാലും ഒക്കെ ചെയ്യാൻ പറ്റി. ഇവരുടെ കൂടെ മെയിൻ ചെറിയ റോൾ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന് ഡ്യൂറേഷൻ കുറവാണെന്നേ ഉള്ളൂ, ബട്ട് ആ ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആക്ഷൻ ഒക്കെ ഉണ്ട്, എന്തോ ആക്ഷൻ, ചെറിയൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കിട്ടി. ഉണ്ട്. സോണിയുടെ ഫസ്റ്റ് മൂവിയാണ് ഇത്. സോണിയ ആദ്യമായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ ഞാനും ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വണ്ടർ ഇത് ആദ്യമായിട്ട് വരുന്നവരൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 30 സിനിമയോളം അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാൻ മേലാത്തോണ്ടാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അഭിനയിക്കുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ഈസി, എളുപ്പമല്ല. പക്ഷെ അപ്പൊ ഞാൻ നോക്കുന്നത് ഇവരൊക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് അഭിനയിക്കുന്നത്. സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടാണ് വന്ന് നിൽക്കുന്നു, ആ ക്യാരക്ടർ പഠിക്കുന്നു, ഡയലോഗ് പഠിക്കുന്നു, ഒരു ടെൻഷൻ അവരെ മുഖത്തില്ല, ക്യാമറയ്ക്ക് മുന്നിലുമില്ല, ആ സീൻ പ്രിപ്പറേഷൻ സമയത്തുമില്ല. നമ്മളൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ ടെൻഷൻ ഇല്ലെങ്കിലും പ്രിപ്പറേഷനെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇങ്ങനെ ഡയലോഗ് കണക്ഷൻ. അതൊന്നും ഇത്ര സിമ്പിൾ ആയിട്ടാണ്. ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടന്റ് ക്രിയേഷനും ആക്ടിങ്ങും സിംഗിങ്ങും ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സ്കിൽഡ് ആണ്. അതിനവർക്ക് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണ്. അതിനുള്ള സോഷ്യൽ മീഡിയ കൊണ്ട് അതെ, എക്സ്പോഷറിന്റെ പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇപ്പം ഡയറക്ടേഴ്സിന് എനിക്ക് തോന്നുന്നു ഓഡിഷൻ പോലും കണ്ടക്ട് ചെയ്യണ്ട, സോഷ്യൽ മീഡിയ ഏതെങ്കിലും ഒരു പേജ് എടുത്തു ഇയാൾ വെള്ളം മെസ്സേജ് അയക്കുന്നു, കാസ്റ്റ് ചെയ്യുന്നു, ആ രീതിയിലേക്ക് എല്ലാവരും സെലക്ട് ചെയ്യുന്നു. ഒരുപാട് പേര് റീൽസ് കാര്യങ്ങൾ. സോണിയ അങ്ങനെ റീൽസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അങ്ങനെയാണോ? അല്ലാതെ കഴിഞ്ഞിട്ട് ബാക്കി ഇതിനുള്ളത് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെയ്യുന്നില്ല എന്ന്. നീരജയുടെ നല്ല ഡാൻസ് ഒക്കെ ഉണ്ട്, ഡാൻസ് ഇതിൽ വരുന്നുണ്ട്. ഉണ്ട്. ഞാൻ മാത്രല്ല, അഷ്കർക്കും രാഹുലേട്ടനും അല്ല, ഞങ്ങൾ എല്ലാരും കൂടി ഒരു കോളേജ് കാലഘട്ടത്തിലുള്ള ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. ആ കാലഘട്ടത്തിലൊരു ഡാൻസ് ഉണ്ട്. ആ കോളേജിൽ ഇവര് സിനിമയുടെ കുറച്ച് പറയാം. ആ സിനിമ ആ കോളേജിൽ ഇവര് കോളേജിലാണ്, ഇവര് ജൂനിയേഴ്സാണ്. ഇവരുടെ പറയാല്ലേ ഇവര് ജൂനിയേഴ്സ് അല്ലേ, ഇവര് ജൂനിയേഴ്സാണ്. ആക്ച്വലി ആ കോളേജിലെ സീനിയർ ആയിരുന്നു ഞാൻ. പിന്നീടാണ് കഥയിലേക്ക് വരുമ്പോ, പിന്നീട് ഞാൻ ആ സീനിയർ, ഇദ്ദേഹം പോലീസായിട്ട് വരുമ്പോ ഞാൻ SI ആയിട്ട് അവിടെ വരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിനിമ ഡിമാൻഡ് ചെയ്തത് ഒരു 1 year ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ലേ. ഞാൻ ആ സമയത്ത് അഭിനയിക്കുമ്പോൾ ഞാൻ കുറച്ച് തടിയും
വയറൊക്കെ ഉണ്ടായിരുന്നു ഈ കോളേജിൽ ഒരു സീനിയറായിട്ട് അഭിനയിക്കുമ്പോൾ. പിന്നീട് ഞാൻ ഒരു SI ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബോഡി ഒന്ന് അപ്പം അതിനുവേണ്ടി ഒരു വർഷം ഗ്യാപ്പ് എനിക്കും വേണ്ടി വന്നു, ഇവരും വേണ്ടി വന്നു. അത് ആ സിനിമയുടെ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്. ഞാൻ എപ്പോഴും വണ്ടർ ചെയ്യുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പ്രേമലു പോലത്തെ ഈ ഫ്രണ്ട്ഷിപ്പ് മൂവീസൊക്കെ സെറ്റിൽ മൊത്തം വൈബാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഒരുപാട് റെപ്പോ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ സ്റ്റണ്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവീസും കുറേ ഒരു സീരിയസ് ഇതല്ലേ. അപ്പോൾ സെറ്റിൽ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ട്രോളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ നോർമലി എങ്ങനെയാ സെറ്റിലെ വൈബ്? ഇവര് ഫൈറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് കണ്ടു നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? അല്ല ഇതിപ്പോ ചെയ്യുമ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് ചെയ്യും, ബട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കെല്ലാം നമ്മുടേതായ ഒരു ഫൺ ടൈം ഉണ്ട്. ഈവൻ സാറ് ഡയറക്ടർ ആണെങ്കിലും ഒക്കെ നമ്മളടുത്ത് കാര്യം പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറയും, പക്ഷെ അത് കഴിഞ്ഞാൽ സാറ് ചില്ലാണ്. ആക്ഷനും കട്ടിന്റെ ഇടയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിന്റെ പുറകിലേക്ക് വരുന്ന സമയത്ത് എല്ലാരും ജോളിയായിട്ട്. ഈ സിനിമയുടെ ഒരു ജോണറിന്റെ മൂഡുണ്ടല്ലോ, അതൊന്നും ആയിരിക്കില്ല ലൊക്കേഷനിലെ മൂഡ്. അങ്ങനെ എനിക്ക് എപ്പോഴും കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്, ഈ ഹാപ്പി മോഡ് സിനിമാസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി പുറത്തുള്ള വൈബ് നമുക്ക് ഹെൽപ്ഫുൾ ആവും. കുറച്ച് സീരിയസ് ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഇങ്ങനെ ചില്ലായിട്ടിരിക്കുമ്പോൾ ഡയറക്ടർ വഴക്ക് പറയത്തില്ലേ എന്നാണ് എൻ്റെ ഒരു പ്രവർത്തക. ഗോകുലേട്ടൻ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ അങ്ങ് മനസ്സിലായി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ആള് മാറി. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് എല്ലാവരും മിങ്കിളാണ്, പെട്ടെന്ന് എല്ലാവരായിട്ട് പരിചയപ്പെട്ട് ഫസ്റ്റ് ടൈം ഞാനും ഗോകുൽജിനെ ആദ്യമായിട്ടാണ്. ഗോകുൽജി ഞാൻ പിന്നെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കും, ഇങ്ങനെയൊന്നും ഇല്ലല്ലേ. ഞാൻ ഗോകുൽജിയോട് സംസാരിച്ചു, അങ്ങനെ പിന്നെ കമ്പനി ഇപ്പം എന്നെ കൊണ്ട് ശല്യമാണെന്ന് പറയാം. ആഴ്ചയിലൊക്കെ വിളിക്കുവോ ശല്യം എന്നൊക്കെ? അത് ഞാനും വിളിക്കും. ഞാൻ രാത്രി എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ഉറങ്ങിട്ട് അഷ്കർ എവിടെ ഉണ്ടെന്നൊക്കെ വെച്ച് വിളിക്കും. അഷ്കർ ചിലപ്പോൾ എടുക്കും, അല്ലെങ്കിൽ അഷ്കർ രാവിലെ തിരിച്ചു വിളിക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി മൊത്തത്തിൽ സെറ്റിൽ ഇതേ ഒരു വൈബ്. പിന്നെ ബിക്കോസ് നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മളിത് ആർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ആസ്വദിച്ചുണ്ടാക്കിയാൽ മാത്രമാണ് അതിന്റെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ കംഫർട്ടബിൾ ആയി. പിന്നെ നമ്മളിത് ആസ്വദിച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ നാടകം ചെയ്തിട്ടുള്ള ആളാണ്, സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു ആർട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മൾ ആസ്വദിച്ചാൽ മാത്രമാണ് അത് ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സും എല്ലാം ആസ്വദിക്കും. എന്നാൽ നമ്മൾ ആസ്വദിക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നല്ല. ഇപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ അഭിനയിക്കുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആ പരിപാടി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത സീൻ ഏതായിരിക്കും? എനിക്ക് ഫൈറ്റ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അത് ഞാൻ ആക്ഷൻ എൻ്റെ ട്രെയിനിങ് ഇപ്പോൾ ചെന്നൈയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഞാൻ മാക്സിമം അതിൻ്റെ ഞാൻ ചെയ്ത എല്ലാ പടത്തിലും ആക്ഷൻ സീക്വൻസ് ഉണ്ട്. കാരണം ഞങ്ങളുടെ പ്രൊഡ്യൂസർക്ക് നിർബന്ധമാണ് ആക്ഷൻ ഫൈറ്റ് വേണമെന്ന് നിർബന്ധം. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ക്യാമറമാനാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഓപ്പോസിറ്റ് റിയാസ് ഖാനാണ്. റിയാസ് ഖാനൊക്കെ ഉണ്ട്, അമീർ നിയാസുണ്ട്. അപ്പോൾ എല്ലാവരും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും, എല്ലാവരും രാഹുലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരും അതുപോലെ തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുകളില്ലാതെ നന്നായിട്ട് ചെയ്യണം. അതിൻ്റെ ഔട്ട് നന്നായിട്ട് വരണം. ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ പരിപാടികളാണ്. ആരെയും മേത്ത് കൊള്ളാതെ, ആർക്കും ഒന്നും അപകടങ്ങളും പറ്റാതെ നന്നായിട്ട് ഔട്ട് വരാനും അതിന് ഞങ്ങളുടെ ക്യാമറാമാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ രൺരവി മാസ്റ്ററാണ് ഇതിൻ്റെ ഇത് ചെയ്തേക്കുന്നത്. റിയാസ്കയുടെ കാര്യം പറഞ്ഞപ്പോൾ റിയാസ്ക ആക്ഷന്റെ മെയിൻ ആണ്. അതേപോലെയൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് ഇനിയും? തീർച്ചയായും ഇതിൽ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് ഉണ്ട്. ത്രൂ ഔട്ട് റോൾ തന്നെയാണ്. ക്യാരക്ടർ പേര് കട്ടിയുള്ള പേര് ഇടക്ക് മറന്നു ഞാൻ. മോറിസ് അൽവോ കിട്ടുന്നത് വായിക്കൊള്ളാത്തല്ല, ഭയങ്കര കടുകെട്ടി പേര്. അത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അങ്ങനത്തെ പേരുകൾ എഴുതുന്നത്. സന്തോഷ് സാറിന് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പേര് ചോദിച്ചു. എന്തായിരുന്നു? വ്ളാഡിമിർ. കൊള്ളാം. ഓൾറെഡി നമ്മളൊരു ക്യാരക്ടറിന്റെ പേരിൽ കുരുങ്ങി കിടക്കുക, ജിം ബ്രൂട്ടൻ എന്ന് പറയുന്നത്. അതൊരു ഡിഫറെന്റ് നെയിം അല്ലേ? അതുപോലെ അതിനും വെറൈറ്റി ഒരു നെയിമാണ്. ഒരു പോലീസ് ഓഫീസറും കൂടിയാണ്. ഓക്കെ. ഉണ്ടയിലും ചേട്ടൻ പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. 3 പോലീസ് ഓഫീസേഴ്സ്, അതിനിടയ്ക്ക് എഞ്ചിനീയർ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കുറേ ഇമോഷണൽ ട്രാക്കും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ലാസ്റ്റ് അറ്റ് ദ എൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയുക സെൻറ്റിമെൻ്റൽ സീൻസ് വരും. അങ്ങനെ തന്നെയാണോ ഇതിലെ? ഫാമിലി സെൻറ്റിമെൻറ്റ്സിലൂടെ പോകുന്നൊരു കഥയാണ്. അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അതാ പറയും. ഗോകുലിലെ വ്ളാഡിമിർ എന്ന് പറഞ്ഞ കഥാപാത്രവും എൻ്റെ ഫാദർ ആയിട്ട് അഭിനയിക്കുന്ന വിജയരാജൻ, പിന്നെ നിരഞ്ജന, ഇവരുടെയൊക്കെ റൂട്ടുകളിൽ പോയിട്ടാണ് ഞാനിത് ഇതിൻ്റെ ഒരു എത്തിപ്പെടുന്നത് ക്ലൈമാക്സിലേക്ക്. നീരജ, സോറി, ഞാൻ നിരഞ്ജന ആരാന്ന് പോലും എനിക്കറിയില്ല.
ഞാൻ വിചാരിച്ചത് ഈ ക്യാരക്ടറിന്റെ പേര് നിരഞ്ജന ചോദിച്ചില്ല. ക്യാരക്ടർ ഒരു ശാലിനി. ശാലിനി. വേറെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞ ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, കിച്ചു ടെല്ലസ് ഉണ്ട്, രാഹുൽ മാധവ് ഉണ്ട്, അമീർ നിയാസ്. അഷ്കർ ഖാന്റെ പേരായിട്ട് വരുന്നത് സാക്ഷിയാണ്, ഞാൻ രാഹുലാന്റെ പേരാണ്. അപ്പം അങ്ങനെ കുറെ സംഭവങ്ങൾ അതെ ഇതിനകത്തുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയും, മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വെറുതെ ഒരു മ്യൂസിക് ഇട്ട് പ്ലെയിൻ ആയി പോകും. നമുക്ക് ആ ഒരു ആകാംക്ഷ, ആൾക്കാരിങ്ങനെ എണീറ്റിരിക്കണം, സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോകുന്ന ഒരു ഇത് വരണമെങ്കിൽ മ്യൂസിക് കൂടെ വേണം. അപ്പോൾ മ്യൂസിക്കിനെ എണീറ്റ് പോകാൻ വേണ്ടി മ്യൂസിക് വേണം. ഐ മീൻ ഇങ്ങനെ എണീറ്റ് അയ്യോ എന്നുള്ള രീതിയിൽ എന്താ നമ്മൾ പറയുമല്ലോ, ഒരു പ്രയോഗം ഉണ്ടല്ലോ, മുൾമുനയിൽ നിർത്തുന്ന മുന്നിൽ നിർത്തുന്ന ആ സംഭവം ഉദ്ദേശം. ഉൾമുനയിലൊക്കെ നിൽക്കട്ടെ എല്ലാവരും, ഞങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ഫൺ സെഗ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ഫൺ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്രൈമിൽ പാർട്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് പല പല ഇതുണ്ടല്ലോ, റോൾസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഡ്രൈവർ ഉണ്ടാവും, ഒരു ഹാക്കർ ഉണ്ടാവും, ഒരു എന്താ പറയുക പ്ലാൻ, അതിനകത്ത് മെയിൻ മാസ്റ്റർ മൈൻഡ് ഉണ്ടാവും, പിന്നെ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഏത് റോളായിരിക്കും എടുക്കാൻ? ഇപ്പോൾ ഒരു ക്രൈം നിങ്ങൾ 4 പേരോട് പ്ലാൻ ചെയ്യാൻ വിചാരിക്കുക, ഏത് റോളായിരിക്കും എടുക്കാൻ താല്പര്യം? മാസ്റ്റർ പ്ലാൻ ഗോകുൽജി കൊടുക്കും. എടുക്കോ മാസ്റ്റർ പ്ലാൻ? ഇപ്പൊ ഞങ്ങളിപ്പോ 4 ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേര് ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ആക്കണ കാര്യം ആ ഇരിക്കണ ക്യാമറ എന്നത് കഴിയുമ്പോൾ അടിച്ചുകൊണ്ട് സി അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ആ ക്യാമറ എന്തെങ്കിലും നോക്കും, ആ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണത് ആ സ്പെക്സ് ചേട്ടനാണ്. ആ ചേട്ടനായിരിക്കും അത് ക്യാമറ ബാഗിലേക്ക് എടുത്ത് വെക്കും. അപ്പൊ സോണിയോട് പറയും ഞാൻ, സോണി ആ ചേട്ടൻ ഏത് ബാഗിൽ വെക്കണേന്ന് നോക്കണം. ഞാൻ ഡ്രൈവിംഗ് ഞാൻ റെഡിയാണ്. കാർ റേസിംഗ് ഡ്രൈവിംഗ് ഭ്രാന്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഭാസ്കരെ ഇത്ര ഒരു 15 കിട്ടും. ഞാൻ ക്യാമറയുടെ ബാഗുമായിട്ട് ഞാൻ പുറത്തേക്ക് വരും. അപ്പൊ അഷ്കർ വണ്ടി എടുത്തിട്ട് അപ്പൊ പ്ലാനാക്കി ഞാൻ ഇദ്ദേഹത്തോട് പറയും, ആ ചേട്ടൻ ആ ബാഗ് വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ ചേട്ടാ ഒരു ഫോട്ടോ എടുത്ത് തരുമോ, ഫോട്ടോ എന്റെ ബാഗിൽ എടുത്ത് തരുമോ എന്ന് പറയും. അപ്പൊ ഇതാണ് പ്ലാൻ. അങ്ങനെ അപ്പൊ സോണിയ നോക്കണ്ട, ചേട്ടനത് പാക്ക് ചെയ്ത് അവിടെ വയ്ക്കുന്നുണ്ട്. അപ്പൊ സോണിയ എന്നോടൊന്ന് പറയും, ക്യാമറ അവിടെ ബ്ലാക്കിന്റെ ഇപ്പുറത്തുള്ള വൈറ്റ് ബാഗിലുണ്ട്. ഓക്കെ ശരി. അപ്പൊ അച്ഛൻ അത് വെച്ചിട്ട് ഇങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി. അപ്പൊ നീരജോട് പറയും, നീരജ നീരജ എന്നിട്ട് ഹലോ ആരും ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ നീരജോട് പറയും, നീരജ എന്നോട് തന്നെ ചോദിച്ചോളാം പറയും. നീരജ എന്നോട് ചോദിക്കും, ഞാൻ ഷൗട്ട് ചെയ്യുന്നില്ല, ഒന്ന് ഫോട്ടോ കൊടുക്കുന്നത്, ഫോട്ടോ എടുക്കാൻ തന്നെ നേരോട് എന്നൊക്കെ പറയും. അപ്പൊ നീരജ ഒന്ന് വിഷമിച്ചിരുന്നിട്ട് അങ്ങനെ പോണ വഴിക്ക് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ ആ ചേട്ടൻ എന്തായാലും ആ ഗൂഗിളിൽ അച്ഛന്റെ ബാഗ് ചിലപ്പോ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ആ ഒച്ച എന്താ ഇവിടെ ഷൗട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വരും, എന്താ പ്രശ്നം സീൻ. അപ്പൊ അതിലൊന്നുമില്ല ഞാൻ പറയാൻ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. അങ്ങനെ ഒരു സീൻ ഞാൻ അവിടെ ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ ആ ബാഗ് എടുത്ത പുറത്തേക്ക് അഷ്കർ റെഡിയാണ് ഇട്ടെടുക്കും. സ്ക്രിപ്റ്റ് റൈറ്ററിനെയാണ് ഞാനിപ്പോ കണ്ടത്. ധാരാ പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷൻ പറ്റില്ല എന്ന്. എത്ര പെട്ടെന്നാ സ്റ്റോറി ഒക്കെ ഉണ്ടാക്കി എടുത്തത്. ക്യാമറ ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറ മിസ്സായി തീർന്നത് എടുത്തില്ലേ അതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വണ്ടർഫുൾ സ്റ്റോറി. ഇന്റർവ്യൂ കഴിഞ്ഞില്ല, സ്റ്റോറി കഴിഞ്ഞു. ഐ മീൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനിയിപ്പോ മലപ്പുറം ഇവര് ക്യാമറ ഒളിപ്പിച്ചു വെച്ചിട്ടേ ഞങ്ങളുടെ ക്യാമറ കാണാനില്ല. ഇയാൾ പറഞ്ഞാണ് അഷ്കർക്ക് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സാധനം കൊണ്ടുപോയി. റാഷി ശരിക്കും അലമ്പാന്ന് ഓർത്ത് റാഷി വന്നു. നമ്മൾ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. ആൾക്കാരെ കൂടുന്നുണ്ട്. നമ്മളെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്ത് ഡ്രൈവിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞല്ലോ. ഡ്രൈവിംഗ് ക്രേസ് ആണ്. അപ്പോൾ മാമൻ ഇതേപോലെ തന്നെ മമ്മൂക്ക ഇതുപോലെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെ തന്നെ അങ്ങനെ കിട്ടിയതാണോ അതോ? എല്ലാ ആൺകുട്ടികൾക്കും കുഞ്ഞുനാൾ തൊട്ട് ഡ്രൈവിംഗ് കാറ് അതൊരു ഭ്രാന്താണ്. അത് എല്ലാവരും ഞങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാവരും അങ്ങനെ കുട്ടികളെല്ലാവരും കുഞ്ഞു കാറ് അതുകൊണ്ടുള്ളൊരു ക്രേസ് ഉണ്ട്. പിന്നെ വലുതായി വരുമ്പോൾ പിന്നെ വലിയ വണ്ടികൾ ഓടിക്കണം. ഞാൻ ഭയങ്കര ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ ഡ്രൈവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം ഇപ്പോൾ നമ്മുടെ ഒരു സമയത്ത് ബോയ്സിൻ്റെ ആയിരിക്കട്ടെ, ചിലപ്പോൾ ബോയ്സിൻ്റെ ചില സമയത്ത് ഹീറോസ് ബസ് ഡ്രൈവർമാരായിരിക്കും. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ചെറുപ്പത്തിൽ ഫ്രണ്ടിലല്ലേ കയറുള്ളൂ. അതൊന്നും നോക്കി ഞാനൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട്, ഇയാൾ ഇത് ഓടിക്കുന്നതും അപ്പൊ അപ്പോഴേ മുതല് ബോയ്സിന്റെ കാര്യമാണ് ഞാൻ പറയണത്. ഗേൾസിനെ എനിക്ക് അറിയില്ല. നമ്മൾ അവരുടെ ആ പരിപാടി ആ സ്കില്ലും ആ സ്റ്റൈലും ഒക്കെയാണ്. അപ്പൊ ബോയ്സിന് അങ്ങനെ ഒരു ഇഷ്ടം ഡ്രൈവിംഗോട്. ഞാനിപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകും. കൂടുതൽ ഞാൻ ചെന്നൈയിലൊക്കെ തനിച്ച് പോകാൻ അവിടെ എല്ലാം എന്ത് വട്ടം ഒരു സുഖമാണ്. അതിലിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു വേറൊരു മൈൻഡാണ്.
ഇനി കമ്മിങ് ബാക്ക് ടു ദ കേസ് ഡയറി, ഇത് മൊത്തത്തിൽ ഈ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ട് ഒത്തിരി എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു ഇതാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏത് മൂവി ആയാലും സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും. ഈ മൂവി എന്ത് മെസ്സേജാണ് നമുക്ക് പ്രേക്ഷകർക്ക് തരുന്നതെന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. സിനിമ കണ്ടു കഴിയുമ്പോൾ അറിയാം എന്താണ് മെസ്സേജ്. നല്ല മെസ്സേജ് ആയിരിക്കും, നല്ല മോശമായിട്ട് അല്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ പറയാം നല്ല മെസ്സേജ് ആയിരിക്കും. ഞാൻ കണ്ടിരുന്നു മുഴുവൻ. നോർമലി ഇങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സിലൊക്കെ കുറച്ച് വയലൻസ്, ബ്ലഡ് ഷെഡ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഏത് ഓഡിയൻസിനെയാണ് നമുക്ക് തിയേറ്ററിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്? ഫാമിലി, എല്ലാ ചെറിയ കുട്ടികളുടെ എല്ലാവർക്കും കാണാവുന്ന മൂവിയാണ്. നല്ല രീതിയിൽ കട്ട വെയിറ്റിംഗ് എന്ന് തന്നെ പറയാം. മൂവി എന്തായാലും കാണും. നല്ല രീതിയിൽ മൂവി പോട്ടെ, വളരെ സക്സസ്ഫുൾ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു ദി ടീം. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ജുവലിൻ്റെ ഒരു പാട്ടുണ്ട്. പറഞ്ഞാൽ പാട്ട്, താങ്ക് യു ഫോർ റിമൈൻഡിങ്. ഞാൻ പാടില്ല, ഇക്ക പാടുന്നു. അള്ളാഹു, ഞാനല്ല ജുവൽ ഒരു പാട്ട് പാടും. നമ്മൾ സാറ് നമ്മളോടല്ലേ പാടിയത്. നമ്മൾ ഇനി ആങ്കർ പാടുക. നിങ്ങൾക്കൊരു ഞാൻ എന്തായാലും പാട്ടില്ല. നിങ്ങളൊക്കെ പാട്ടുകാരാണെന്ന് എനിക്കറിയാം. ഞാൻ പാട്ടിന്റെ കാര്യം മറന്നിരിക്കുവായിരുന്നു. ഓർമ്മിച്ച് തന്നെ ജുവൽ സ്റ്റാർട്ട് ചെയ്യാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരു വരി പാടിത്തരും, ബാക്കി നിങ്ങൾ പാടണം. എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന പാട്ട് ദേശീയഗാനം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പാടാൻ പറ്റില്ലല്ലോ ഇപ്പോ. തമിഴാണോ? മലയാളം മതി. നല്ലൊരു പാട്ട് പിടിച്ച് പാടി. ഞാൻ പഴയൊരു പാട്ടിന്റെ തുടക്കം ഇടാം, ബാക്കി പാടണേ. ഞങ്ങൾ ലിറിക്സ് അറിയാമെങ്കിൽ ഞങ്ങൾ പാടാം. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ ഒരു പാട്ട് പാടാൻ പോവാ. നിങ്ങളെല്ലാവരും പാടണ പോലെ അഭിനയിക്കാം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാനോ. സ്കൂൾ കുട്ടികൾ വരുന്ന പാടുന്ന പോലെ. അതേ പറഞ്ഞു, എന്റെ ലെവലിൽ ഞാൻ പാടും. മര്യാദയ്ക്ക് അറിയാവുന്ന ഇങ്ങനത്തെ പാട്ടൊക്കെ പാടാറിയുള്ളൂ. നന്നായിട്ട് പാടും. പാടിക്കോ. അഷ്കർക്ക് എനിക്ക് അഷ്കറിൽ തോന്നിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാടും എന്നതിനേക്കാൾ ഉപരി പാടാനുള്ള ധൈര്യം. വലിയ പാട്ടുകാർ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ധൈര്യമാണ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, പാടാറിയാണ്ടാണ് ഞാൻ പാടിയത്. അതാണ് നമ്മൾ ജോലി നന്നായിട്ട് പാടും. അദ്ദേഹം നന്നായിട്ട് പാടും. പാടത്തില്ല. പാട്ടിനെ പറ്റി ഓർപ്പിച്ച സ്ഥിതിക്ക് എന്തായാലും ഒരു പാട്ട് ആരെങ്കിലും ഒരാൾ പാടിയിട്ട് പോയാൽ മതി. നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ, സഖി നീ അറിയുമോ വിങ്ങുമീ ഗദ്ഗതം, വെറുതെ എന്നാലും ഓർമ്മ വന്നിൻ മിഴി നിറഞ്ഞു, മിണ്ടുവാൻ കൊതിയുമായി. താങ്ക് യു സോ മച്ച്. നല്ല സൗണ്ടാണ്, പാടുന്നുണ്ട്. പിന്നെ നല്ല നല്ല സോങ് സെലക്ഷൻ. നല്ല സോങ് സെലക്ഷൻ. റൊമാൻസ് പോട്ടെ, ഒരു സെന്റിമെന്റ് പഴയ സാധനം. ഓക്കെ, എനിവേ നൈസ് ടോക്കിംഗ് വിത്ത് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. നല്ല രീതിയിൽ ആൻസേഴ്സ് ഒക്കെ തന്നതിന് താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു.